ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ ISLൽ നടന്ന മത്സരത്തിൽ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയിട്ടുള്ളത്. ഒഡീഷയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്. കലിംഗ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ രണ്ട് ടീമുകളും 2 ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിയുകയാണ് ചെയ്തിട്ടുള്ളത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഗോളുകൾ ഒന്നും പിറന്നിരുന്നില്ല. എന്നാൽ രണ്ടാം പകുതിയിൽ 67ാമത്തെ മിനിറ്റിൽ അജാറി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ലീഡ് നേടിക്കൊടുത്തു. പക്ഷേ 79ാമത്തെ മിനിറ്റിൽ തൊയ്ബയിലൂടെ ഒഡീഷ FC തിരിച്ചടിച്ചു. എന്നാൽ 83ാമത്തെ മിനിറ്റിൽ അജാറി വീണ്ടും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ മുന്നിൽ എത്തിക്കുകയായിരുന്നു. പക്ഷേ അതിനും അധികം ആയുസ്സുണ്ടായിരുന്നില്ല. 94ാമത്തെ മിനിറ്റിൽ ഐസക്കിലൂടെ ഒഡീഷ FC തിരിച്ചടിച്ചു. അങ്ങനെ രണ്ട് ടീമുകളും സമനിലയിൽ പിരിയുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ മത്സരത്തിന്റെ അവസാനത്തിലാണ് ചില നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുള്ളത്. അതായത് മത്സരത്തിന്റെ ഏറ്റവും ഒടുവിൽ ഒഡീഷയ്ക്ക് അനുകൂലമായി ഒരു ഫ്രീ കിക്ക് ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ ഇത് നൽകാൻ റഫറി തയ്യാറായില്ല എന്നുള്ളത് മാത്രമല്ല, അപ്പോൾ തന്നെ ഫുൾ ടൈം വിസിൽ അദ്ദേഹം മുഴക്കുകയായിരുന്നു. ഇത് ഒഡീഷ FCയുടെ പരിശീലകനായ സെർജിയോ ലൊബേറയ്ക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങി വന്നു, റഫറിയോട് ദേഷ്യപ്പെട്ടു എന്നുള്ളതാണ്. അതേ തുടർന്ന് അദ്ദേഹത്തിന് യെല്ലോ കാർഡ് ലഭിച്ചു. ഇതോടുകൂടി ലൊബേറ കൂടുതൽ പ്രകോപിതനായി. റഫറിയോട് അദ്ദേഹം കൂടുതൽ ചൂടായി. പക്ഷേ റഫറി ഇതിനും ഒരു കാർഡ് നൽകി എന്നുള്ളതാണ്. അദ്ദേഹത്തിന് റെഡ് കാർഡ് ലഭിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതോടുകൂടി സെർജിയോ ലൊബേറയ്ക്ക് അടുത്ത മത്സരം നഷ്ടമാകും എന്നത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, റഫറിക്ക് ആ സമയത്ത് ഗാലറിയിൽ നിന്നും വലിയ പ്രതിഷേധങ്ങൾ ഒഡീഷ ആരാധകരിൽ നിന്നും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. തെറിവിളിയാണ് ആരാധകരിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ചാൻഡുകൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ റഫറിക്കെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് ഒഡീഷ FCയുടെ ആരാധകർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ പോയിന്റ് പട്ടികയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 4ാം സ്ഥാനത്താണ്. 19 മത്സരങ്ങളിൽ നിന്ന് 29 പോയിന്റാണ് അവർക്കുള്ളത്. ഒഡീഷ 7ാം സ്ഥാനത്തുണ്ട്. 18 മത്സരങ്ങളിൽ നിന്ന് 25 പോയിന്റാണ് ഒഡീഷ FC സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.